മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി നെടുമ്പാല എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിനെതിരെ തൊഴിലാളികൾ തൊഴിൽ നഷ്ടപ്പെടുമെന്നും കുടുംബത്തോടെ മറ്റ് എസ്റ്റേറ്റുകളിലേക്ക് പോകാൻ കഴിയില്ല എന്നും തൊഴിലാളികൾ പറയുന്നു. ആശങ്ക പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികളും ട്രേഡ് യൂണിയനുകളും പ്രതിഷേധം സംഘടിപ്പിച്ചു. തൊഴിൽ, മറ്റ് ജീവിത സാഹചര്യങ്ങൾ എന്നിവയിൽ വലിയ ആശങ്കയാണ് തൊഴിലാളികൾക്ക്. ഈ ആശങ്ക പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് തൊഴിലാളികളുടെ പ്രതിഷേധം. ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ടൗൺഷിപ്പ് നിർമ്മാണത്തിന് നെടുമ്പാല എസ്റ്റേറ്റിലെ 55 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. 111 സ്ഥിരം തൊഴിലാളികളും ഒരു താൽക്കാലിക തൊഴിലാളിയും 45 അതിഥി തൊഴിലാളികളും ഉൾപ്പെടെ 157 പേരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. സ്ഥലം ഏറ്റെടുക്കുന്നതോടെ ജോലിയും ജീവിത സാഹചര്യങ്ങളും ഇല്ലാതാകും എന്ന ആശങ്കയിലാണ് ഇവർ. ഈ എസ്റ്റേറ്റിൽ നിന്ന് ഞങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റില്ല. ഒരു 4 സെന്റ് ഭൂമിയാണെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ വാങ്ങിയിട്ട് ഇവിടെ തന്നെ താമസിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം. ഇനി ഈ പ്രായത്തിൽ ഞങ്ങൾ മറ്റൊരു എസ്റ്റേറ്റിലേക്ക് പണിയെടുക്കാനും ഞങ്ങൾക്ക് ആവതില്ല. ഞങ്ങൾക്കുള്ള ജോലിക്കുള്ള ഒരു ഇത് നിലനിർത്തിയിട്ട് വേണം കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നം ആർക്കുമില്ല. ഞങ്ങളുടെ ഈ 112 ആൾക്കും ഇവിടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കിയിട്ട് വേണം മറ്റൊരാൾക്ക് കൊടുക്കാൻ. വിഷയത്തിൽ തൊഴിലാളി യൂണിയനുകളും പ്രതിഷേധത്തിലാണ്. ഇവിടെ തേയിലയുള്ളത് കേവലം 116 ഹെക്ടർ മാത്രമാണ്. അങ്ങനെ വരുന്ന സമയത്ത് പകുതിയിലധികം വരുന്ന തൊഴിലാളികൾക്കും തൊഴിൽ നഷ്ടപ്പെടുകയാണ്. ഇവരുടെ ആശങ്ക ഒന്നുകിൽ മാനേജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ഈ തൊഴിലാളികളെ മറ്റ് ഡിവിഷനുകളിലേക്ക് അവരുടെ ചെക്ക് റോൾ മാറ്റിക്കൊണ്ട് ജോലിക്ക് പോകേണ്ടി വരും. അവർ പോകാൻ നിർബന്ധിതരാകാത്ത പക്ഷം അവർക്ക് റിട്രേഞ്ച്മെൻറ്റ് നൽകേണ്ടതാണ്. ഈ സ്ഥാപനം ഏറ്റെടുക്കുന്നതോടുകൂടെ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം സർക്കാരിനാണ്. അപ്പോൾ സർക്കാർ അതിൻ്റെ റിട്രേഞ്ച്മെൻറ്റ് ആനുകൂല്യങ്ങൾ തൊഴിലാളികൾക്ക് കൊടുക്കണമെന്നാണ് മാനേജ്മെൻറ്റ് നിലപാട്. കൽപ്പറ്റയിലെയും നെടുമ്പാലയിലെയും എസ്റ്റേറ്റുകൾ ദുരന്ത നിവാരണ നിയമപ്രകാരം ഏറ്റെടുക്കാനും 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം നഷ്ടപരിഹാരം നൽകാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. സ്ഥലം ഏറ്റെടുക്കുന്നതോടെ തങ്ങൾ അനാഥരാകുമോ എന്ന ആശങ്കയാണ് തൊഴിലാളികൾക്ക്. തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ന്യായമാണ്. ഇവരുടെ ആശങ്ക പരിഹരിക്കാൻ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണം. നെടുമ്പാല എസ്റ്റേറ്റിൽ നിന്ന് വൈശാഖിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. പുനരധിവാസത്തിന് നെടുമ്പാല എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിൽ വലിയ ആശങ്കയാണ് പ്രദേശവാസികൾ, തൊഴിലാളികൾ പങ്കുവെക്കുന്നത്. അവർക്ക് പറയാനുള്ളത് കേൾക്കാം. 48 ആൾക്കാരെ ഈ ഡിവിഷന് വേറെ ഡിവിഷനിലേക്ക് പണി ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. അതായത് ഇവിടുന്ന് സർവീസ് കള്ളാസ് മാറ്റി വേറെ ഡിവിഷനിൽ വർക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. ഒരു കാരണവശാലും ഞങ്ങൾ ഈ നെടുമ്പാല ഡിവിഷൻ വിട്ട് ഒരു ഡിവിഷനിലേക്ക് ഞങ്ങൾ പണിയെടുക്കാൻ തയ്യാറല്ല. എത്ര കാലം റിട്ടയർഡ് ആവണ കാലം വരെ ഞങ്ങൾക്ക് ഈ നെടുമ്പാല എസ്റ്റേറ്റിൽ തന്നെ ഞങ്ങൾക്ക് പണി തരണം. കുറേ ഭൂമികൾ, തോട്ടങ്ങൾ ലീസിന് കൊടുത്തിരിക്കുക, തൊഴിലാളികൾ ഇല്ലാത്തതുണ്ട്. അപ്പോൾ അത് ഉൾപ്പെടെ ഏറ്റെടുത്തുകൊണ്ട് മുഴുവൻ തൊഴിലാളികൾക്കും ഇവിടെ തന്നെ ജോലി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവണം. ഇവിടെ നിന്ന് മറ്റൊരു ഡിവിഷനിലേക്ക് തൊഴിലാളികളെ മാറ്റിക്കൊണ്ടുപോകുന്നത് പ്രായോഗികമായ ബുദ്ധിമുട്ടാണ്. ഏകദേശം തൊഴിലാളികളൊക്കെ തന്നെ 40, 42, 50 വയസ്സായിട്ടുള്ള തൊഴിലാളികളാണ്. അവരെ ഇനി വാഹനത്തിൽ കയറ്റി വേറൊരു സ്ഥലത്തേക്ക് ഡിവിഷനിലേക്ക് ജോലിക്ക് കൊണ്ടുപോകുന്നത് പ്രായോഗികമല്ല. ഗവൺമെന്റ് കൃത്യമായിട്ട് ഇതൊരു ഇടപെടൽ, ചർച്ച ഉണ്ടായിക്കൊണ്ട് ഇതിന് ഒരു കൃത്യമായ പരിഹാരം ഉണ്ടാക്കിക്കൊണ്ടാണ് ഏറ്റെടുക്കാൻ. പുനരധിവാസം നടക്കണം. പക്ഷേ ഇവിടുത്തെ 112 തൊഴിലാളി കുടുംബങ്ങൾ, 45 അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾക്ക് അവരുടെ ജോലി നഷ്ടപ്പെടാൻ കഴിയില്ല. അവരുടെ ഈ ഡിവിഷൻ തന്നെ ജോലി കിട്ടണം, നിലനിർത്തണം. എന്താ വെച്ചാൽ ഇവിടെ ജനിച്ചു വളർന്ന് പാരമ്പര്യമായി ഇവിടെ ജീവിക്കുന്ന ആളുകളാണ് അവർ. അവരുടെ തൊഴിലും അവരുടെ സംവിധാനം കൂടെ നിലനിർത്തണം. അതിന് കൃത്യമായ ഒരു തീരുമാനം ഗവൺമെന്റ് ഭാഗത്തുണ്ടാകണം.